പഞ്ചാബ് റീൽസിൻ്റെ അടുത്ത വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ വണ്ടി കിട്ടി കേട്ടോ, അതേ എന്തോ ഭാഗ്യത്തിന് കിട്ടി. ഞാൻ ഔട്ടറിൽ വണ്ടി നിർത്തി, ഞാൻ അവിടെ ചാടി ഇറങ്ങി ഓടി പ്ലാറ്റ്ഫോമിൽ വന്ന് വണ്ടി ഹോൺ അടിച്ച് എടുക്കാൻ പോകുന്നു. ചാടി കയറി റിസർവേഷൻ കോച്ചിലാണ് കയറി. ജനറലി പോണേനി D4 ആയത് പോരെ. അപ്പോൾ നമ്മൾ ഇത് വണ്ടി പറയുന്നത് പട്ടാൻകോട്ട് ഡൽഹി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഓൾഡ് ഡൽഹിക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്കിനി ജനറൽ തപ്പി മുന്നോട്ട് പോവാം. കാരണം ഇത് ഒരു സൂപ്പർഫാസ്റ്റ് റിസർവ്ഡ് വണ്ടിയാണ്. ഇത് കയറി അടി കിട്ടും. ഇതിൻ്റെ AC ചേർക്കാറാണ്, പക്ഷേ ഇതിനകത്ത് AC ഒന്നും ഇല്ല കേട്ടോ. ആ AC പോലെ തണുപ്പത്ത് നമ്മളങ്ങനെ ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വന്നു കേട്ടോ. ചേർക്കാറോ ജനറൽ. അയ്യോ, സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈ വണ്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടിയില്ല. മീൻസ് ഉച്ചയ്ക്ക് 1:50 വണ്ടി ജലന്ധർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വണ്ടിയാണ് ബീഹാറിലോട്ട് പോകുന്ന വണ്ടിയാണ്. എനിക്ക് വലിയ അതിൽ കയറാൻ, അതുകൊണ്ടാണ് ഈ ഓടിപ്പടിച്ച് വണ്ടി കയറിയത്. മറ്റേ കഴിഞ്ഞ വീട്ടിൽ കണ്ട പോലെ UTS ഞാൻ ടിക്കറ്റ് എടുത്ത് വണ്ടി കയറിയപ്പോൾ തന്നെ 60 രൂപയാണ് ഇവിടെ നിന്ന് എനിക്ക് ജലന്ധർ വരെ പോകാനായത്. ഡൽഹിക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ആകെ ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ ജലന്ധർക്ക് മുമ്പ്. ബിയാസ് എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. ബിയാസ് കഴിഞ്ഞാണ് ജലന്ധർ സിറ്റി വരുന്നത്. ഈ വണ്ടി രാവിലെ പട്ടാൻകോട്ട് നിന്ന് 7 മണിക്ക് വിടുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിനിവിടെ അമൃത്സർ ലോക്കോ റിവേഴ്സലുണ്ട്. അതാണ് നമുക്ക് ഈ വണ്ടി കിട്ടാൻ മെയിൻ കാര്യം. ടൈം എടുത്ത് ലോക്കോ റിവേഴ്സലിൽ ഈ വണ്ടി ഇട്ടപ്പോൾ ഇപ്പോൾ സമയം 9:49 ഇവിടെ ഒരു WDG 4D കിടക്കുന്നുണ്ട്. അണ്ടൽ ഷെഡിൻ്റെ ലോക്കോ ആണ്. അണ്ടൽ എന്നൊരു സ്ഥലമാണ്, അവിടുത്തെ ലോക്കോ ആണ് ഈ കാണുന്നത്. WDG 4D. ജനറൽ കോച്ചിലൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സിറ്റിംഗ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ജനറലാണ്, ഇത് ഒറിജിനൽ ജനറൽ കോച്ചാണ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. മറ്റേ ഫ്രൂട്ട് കേക്ക് ഉണ്ടല്ലോ, ഒന്നും കഴിച്ചില്ല ഞാൻ രാവിലെ. പിന്നെ രാവിലെ വായിക്ക് രുചിയായിട്ടുള്ളതൊന്നും കിട്ടത്തുമില്ല. അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് ഇല്ലേ, ആ വണ്ടി പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് ജലന്ധർ ലുധിയാന ഡൽഹി വഴി പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ ആ റൂട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ജലന്ധറിലേക്ക് 79 കിലോമീറ്റർ ആണുള്ളത്. 1 മണിക്കൂർ മതി. ബീഹാറിൽ പോകുന്ന ആ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഈ ജനറലിൽ ഇരിക്കാൻ പെട്ടെന്ന് ഒരിക്കലും കരുതരുത്. കാരണം ബീഹാറിലേക്ക് പോകുന്ന വണ്ടിയാണ്. ബീഹാർ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലും തിരക്കായിരിക്കും. നമ്മുടെ വണ്ടിയുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്താറ് ബിയാസ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ബിയാസ് ജംഗ്ഷൻ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ എത്താറ് വണ്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടി. ഇന്നലെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഫുള്ള് മഴയായിരുന്നെങ്കിലും പക്ഷേ ഇന്ന് വെയിലാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി വെയിലാണ് നല്ലത്. കാരണം മഴയത്തൊന്നും ബാഗും പിടിച്ചോണ്ടൊന്ന് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ബാഗിൽ നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് ബിയാസ് ജംഗ്ഷൻ കേട്ടോ. ഇവിടെ ഈ ഒട്ടുമിക്ക വണ്ടികൾക്കെല്ലാം ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് ഈ പോകുന്ന വഴിക്ക്. ഈ വണ്ടി ഇവിടെ നിന്ന് പോകുന്നത് ഇനി ലുധിയാന, അംബാല, പാണിപ്പട്ട് ആ വഴിയാണ് ഈ വണ്ടി ഓൾഡ് ഡൽഹി ചെല്ലുന്നത്. നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഒരു WP4 ആട്ടോ. ജലന്ധർ എത്തുമ്പോൾ ഞാൻ കാണിക്കാം ലോക്കോ. ഇനിയിപ്പോൾ ലോക്കോ നോക്കാൻ പോയി വണ്ടി വിടും. ഈ വണ്ടിയുടെ നമ്പർ 22430 എന്നാണേ. ഇംഗ്ലീഷിൽ ബിയാസ് എന്നാണെങ്കിലും ഹിന്ദിയിൽ ബ്യാസ് എന്നാണ് കേട്ടോ. ചിലപ്പോൾ ബ്യാസ് എന്നായിരിക്കും പറയുന്നത്. വ്യാസ് എന്നൊരു നദിയുണ്ട്. എനിക്ക് തോന്നുന്നു ആ നദി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഈ ഒരു സ്ഥലത്തിന് വ്യാസ് എന്നൊരു പേര് വീണത്. അപ്പോൾ നദി നമ്മളിപ്പോൾ കടന്നാണ് പോകുന്നത്. വീഡിയോ കാണുന്ന ചില ആൾക്കാർ
പറയും നിനക്ക് ജനറലി യാത്ര ചെയ്യാൻ വയ്യല്ലേ, ജനറൽ എപ്പോഴും AC മാത്രമേ ജനറൽ യാത്ര ചെയ്യുന്നൊന്നും ആരും കാണത്തില്ല. ഞാനിപ്പോൾ പോകുന്ന AC-യിലായിരിക്കും കേട്ടോ. ജനറൽ യാത്ര ചെയ്യുന്നൊന്നും ആരും കാണത്തില്ല. എനിക്ക് തോന്നുന്നു വിവേക് പോലത്തെ തിങ്ങി നിറഞ്ഞ ജനറൽ വേണമായിരിക്കും യാത്ര ചെയ്യാൻ വേണ്ടി. അതായിരിക്കും ഉദ്ദേശം. ഒരാൾ കഷ്ടപ്പെടുന്ന കാണാൻ എന്തിഷ്ടമല്ല നമ്മളെ മലയാളികൾക്കല്ലേ. നമ്മളങ്ങനെ അമൃത്സറിൽ നിന്ന് വിട്ട് കറക്റ്റ് 1 മണിക്കൂറിൽ നമ്മളിവിടെ ജലന്ധർ സിറ്റി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജലന്ധർ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ കുറച്ച് പേരൊക്കെ മിണ്ടി വെച്ചിട്ടുണ്ട്. ആരൊക്കെയോടെ വരും കാണാൻ വേണ്ടി. അപ്പോൾ ഇതാണ് പഞ്ചാബിലെ ജലന്ധർ എന്നൊരു സ്ഥലം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജലന്ധറൊക്കെ വരുന്നത്. ട്രെയിനും എല്ലാം ഫസ്റ്റ് ടൈമാണ്. ഇവിടെ 2 സ്റ്റേഷനുണ്ട്. ജലന്ധർ സിറ്റി ജംഗ്ഷനും ഉണ്ട്, ജലന്ധർ കണ്ടോൺമെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ജലന്ധർ സിറ്റിയിലാണ് ഇറങ്ങുന്നത്. കണ്ടോൺമെൻറ്റ് ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. ഈ വണ്ടി കണ്ടോ, ഇത് കത്തികാർന്ന് അമൃത്സറിലേക്ക് വരുന്ന അമ്രപാളി എക്സ്പ്രസ് ആണ്. നമ്മൾ രാവിലെ ഈ വണ്ടി കണ്ടായിരുന്നു അമൃത്സറിൽ നിന്ന് എടുക്കുന്നത്. ഇത് കത്തികാർന്ന് എടുക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ജനറലൊക്കെ കാര്യമാണല്ലോ, പക്ഷേ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടായിരിക്കും. അതേട്ടാ അതിൻ്റെ ബാത്റൂമിൻ്റെ ഇത് ജനലൊക്കെ പൊളിച്ചിട്ടേക്കുന്നുണ്ടോ, അടിപൊളി. നമ്മൾ 10:50 ആയപ്പോഴേക്ക് ഇവിടെ ജലന്ധർ സിറ്റിയിലെത്തി. 1 മണിക്കൂർ കറക്റ്റ്. തുക്ലക്കാബാദ് ഷെഡിന് ഒരു WP4 ആയിരുന്നു നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. ഈ വണ്ടിയുടെ ലോക്കമാണ് അപ് ടു ഡൽഹി. നമ്മൾ അതിന് ദിവസം സരൈരോഗിലെ വെച്ച് ഇതേപോലത്തെ കുറേ ലോക്കമൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് ഇവിടെയും കിടപ്പുണ്ടോർണം കേട്ടോ. ഇത് സെറ്റ് എന്തോ ലുക്കാന്ന് നോക്കിയേ. ഇത് ലുധിയാന ഷെഡിൻ്റെ ലോക്കമാണ്. തുക്ലക്കാബാദ് അല്ലെ ലുധിയാനയുടെയാണ്. എന്തോ സ്പെഷ്യൽ ലിവറിയാണ്. എന്താണെന്ന് എഴുതിയിട്ടൊന്നുമില്ല ഗൈസ്. ഈ ലോക്കോയ്ക്ക് ഒരു പേരുണ്ട്. ഇതിന് നുർനാഗ് എന്നാണ് ഈ ലോക്കോയ്ക്ക് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ക്യാരക്ടർ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞു. ഇത് എന്താ സംഭവം എനിക്കറിയത്തില്ല, പക്ഷെ കൊള്ളാം, നല്ല കാണാൻ നല്ല എന്ത് ഭംഗിയാന്ന് നോക്കി, അടിപൊളി. അപ്പോൾ ഇതാണ് ജലന്ധർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നമ്മൾ വന്നേ. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇനി ലുധിയാനയ്ക്ക് പോകുന്ന വൈകിട്ടേ പോകുന്നുള്ളൂ. ഒരു 4 മണി സമയത്തേ പോകുന്നുള്ളൂ. വണ്ടിയില്ലാതെ വേറെ കാര്യം. ലുധിയാന പോകണമെങ്കിൽ ഇനി ആ ബീഹാറികളുടെ വണ്ടിയേ ഉള്ളൂ. പിന്നെ വേറെ കണ്ടോൺമെൻറ്റ് എന്നാൽ വേറെ വണ്ടിയൊക്കെ കിട്ടും. എല്ലാം പക്ഷേ 2 മണി 3 മണി റേഞ്ചിലേ ഉള്ളൂ. ഞാൻ ജലന്ധർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സഹൽ എന്നൊരു നമ്മൾ ഇവിടുത്തെ ജലന്ധറിൽ LPUവിൽ പഠിക്കുന്ന സഹൽ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഇതാണ് സഹൽ മലപ്പുറം ഇവരെല്ലാവരും മലപ്പുറംകാരല്ലേ. ഇത് സഹൽ, ഇത് ഷെബിന്. അപ്പോൾ എനിക്കിവിടെ വന്ന് ഇവർ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി മലപ്പുറം സ്റ്റൈൽ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായപ്പോൾ കേരള ഫുഡ് കഴിച്ചിട്ട് ഇവിടുത്തെ ആലു പറാട്ട കഴിച്ച് മടുത്തുപോയി. ഇവർ നല്ല അടിപൊളി മലപ്പുറം സ്റ്റൈൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാം ഉച്ചയ്ക്ക്. നിങ്ങളിവിടെ എത്ര പേരുണ്ട് ബ്രോ മൊത്തത്തിൽ? 6 പേര്. അല്ലാതെ മൊത്തത്തിൽ ഈ കോളേജിൽ പഠിക്കുന്ന അത്ര ഉണ്ടല്ലേ? എൻ്റെ പോലെ അടിപൊളി ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഷെബിൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും അതിൽ പങ്കുണ്ട് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചു നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. കേരള ഫുഡ് കഴിച്ചോ ഭയങ്കര സുഖം, കൊള്ളാം കേട്ടോ, അടിപൊളി. അത് ഇവിടുന്ന് എന്താണ് ഞങ്ങള് വന്ന ടൈമിലൊക്കെ സാധനമൊക്കെ കിട്ടുള്ളൂ. പിന്നെ നിവർത്തി കെട്ടിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു. ഇവിടുത്തെ ഫുഡ് 2 ദിവസം കഴിച്ച പിന്നെ വെറുത്തു പോകും. അതെ, ഫുള്ള് വെജിറ്റേറിയൻ ഒന്നും കൂടി ആവുമ്പോഴേ. അതെ കോളേജിലൊക്കെ ഈ ദോശയും ആലുപറാത്തും അല്ലാതെ ഒന്നും കിട്ടൂല. അതാ സെയിം മെനു ആയിരിക്കും. ഈ ജലന്ധർ അമൃത്സറിനും ലുധിയാനയ്ക്കും ഏകദേശം നടുക്കായിട്ട് വരുന്നൊരു സിറ്റിയാണ് ജലന്ധർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ താമസിക്കുന്ന സിറ്റിക്ക് പുറത്തായിട്ടാണ്, ഏകദേശം ആ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ അടുത്തായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. സാധാരണ ഒരു സിറ്റിയാണ്, നമ്മൾ അമൃത്സർ കണ്ട പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് ജലന്ധർ എന്ന് പറയുന്നത്. ബ്രോ നല്ല അടിപൊളി ഫുഡ് വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ബ്രോ. ഇനി ജലന്ധർ വരുമ്പോൾ വിളിക്കാം ഉറപ്പായിട്ടും. ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച്. നമ്മളിവിടെ നിന്ന് ഡയറക്റ്റ് ലുധിയാന പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് നമ്മുടെ കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറി നമുക്കൊന്ന് കണ്ടാലോ ഒന്ന്. കാണാൻ പറ്റുന്നില്ല, അതിൽ കൂടെ ട്രെയിനിന് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് 1:30 ഡൽഹിയിൽ ഈ ലോഹിയാൻ കാസ് എന്ന സ്ഥലമുണ്ട്, നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ഡൽഹിയിൽ ലോഹിയാൻ കാസ് വരെ പോകുന്ന സർബത്ത് ദബാലാൻ എന്നൊരു എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഈ സർബത്ത് ദബാലാൻ എന്ന സംഭവം തന്നെ ഞാൻ പറയാം, എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയാം. അപ്പോൾ ഈ സർബത്ത് ദബാല എന്നാണ് ആ വണ്ടിയുടെ പേര്.
അപ്പോൾ അതിന് കയറി നമുക്ക് ലൊഹിയാൻകാസ് പോവാം, നമ്മുടെ കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറി വഴി. അപ്പോൾ നമ്മൾ വീണ്ടും ജലന്ധർ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. വണ്ടി 1:30 വരും, പക്ക ഓൺ ടൈമിനാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ സർബത്ത് ദബാല എക്സ്പ്രസ് നമ്മൾ ലൊഹിയാൻകാസ് പോയിട്ട് തിരിച്ച് ആ സെയിം വണ്ടിക്ക് തന്നെയാണ് നമ്മൾ ലുധിയാനയ്ക്ക് പോകുന്നത്. നമ്മൾ ലുധിയാന പോയിട്ട് 6 മണിക്ക് എത്തും. അപ്പോൾ ഈ വണ്ടി അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിരിച്ച് ഡൽഹിക്ക് പോകും. അപ്പോൾ നമ്മൾക്ക് ഈ സെയിം വണ്ടിയിൽ തന്നെ നമുക്ക് ലുധിയാനയ്ക്ക് പോകാൻ പറ്റും. ഈ വണ്ടി നമ്മളിപ്പോൾ 3ാമത്തെ തവണ കാണുന്നത്. ഇത് നമ്മുടെ ആ ജമ്മു തവി ഗാന്ധിനഗർ ക്യാപിറ്റൽ എക്സ്പ്രസ് ഉണ്ടല്ലോ, ആ വണ്ടിയാണിത്. നമ്മൾ ആ പട്ടാൻകോട്ട് കിടക്കുന്ന വണ്ടി കണ്ടില്ലായിരുന്നു, ആ സെയിം വണ്ടിയാണിത്. നമ്മൾ ഈ യാത്ര ചെയ്യാൻ പോകുന്ന ഈ സർബത്ത് ദബാല എക്സ്പ്രസിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ സർബത്ത് ദബാല എന്ന് വെച്ചാൽ ഇവരുടെ ഒരു സിഖ് പ്രെയർ ഉണ്ട്, അതിൽ അവസാനത്തെ ടേമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബ്ലെസ്സിങ്സ് ഫോർ എവരി വൺ, അതാണ് ആ ഒരു ടേമിൻ്റെ അർത്ഥം. അപ്പോൾ പഞ്ചാബ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പേര് ആ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് ഡൽഹിയിൽ നിന്ന് ലൊഹിയാൻകാസ് എന്ന സ്ഥലമുണ്ട് പഞ്ചാബിൽ, അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടിയാണ്. നമ്മളും ലൊഹിയാൻകാസ് വരെ പോകുന്നുണ്ട്. ഇവിടെ അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് ഈ വണ്ടിക്ക് വരും. ഈ കിടക്കുന്ന വണ്ടിയില്ലേ, ഈ കിടക്കുന്ന വണ്ടിയുടെ പേര് വണ്ടിയാണ് ഇതാണ്ട് ഈ വണ്ടി, ഇപ്പോൾ ഈ വരുന്ന വണ്ടി. ഇത് ഗാന്ധിനഗറിന്ന് ജമ്മു തവിക്ക് പോകുന്നതാണ്. ഈ WP5 വെച്ച് കിടക്കുന്ന വണ്ടി ജമ്മു തവിയിൽ നിന്ന് ഗാന്ധിനഗർ പോകുന്നതാണ്. അപ്പോൾ സെയിം പേരുള്ള 2 വണ്ടി ഇവിടെ ജലന്ധർ സിറ്റി വെച്ച് കണ്ടുപിട്ടി. നമുക്ക് ലൊഹിയാൻകാസ് പോകേണ്ട സർബത്ത് ദബാല എക്സ്പ്രസ് കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തുക്ലക്കാബാദ് ഷെഡിൻ്റെ ഒരു WP7 ആണ് എൻ്റെ ലോഗോ കേട്ടോ. ഇത് നേരത്തെ ഡീസൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്, പക്ഷേ ഇപ്പോൾ ഇത് ഇലക്ട്രിക് ആണ്. ഇത് പേര് എന്തായാലും നല്ലൊരു വിചിത്രമായിട്ടുള്ള പേര്, സർബത്ത് ദബാല എക്സ്പ്രസ്. സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം 50 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ നിന്ന്. അപ്പോൾ വണ്ടി ഇപ്പോൾ കാലിയാവും നോക്കണേ. നമ്മൾ ഇതിൻ്റെ ജനറൽ കോച്ചിൽ കയറി, നല്ല പുതുപുത്തൻ ജനറൽ കോച്ചാണ് നോക്കി, കിട്ടിലും വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലാണ് യാത്ര ചെയ്യുന്നത് ടു ലൊഹിയാൻകാസ്. നല്ല അടിപൊളി ജനറൽ കോച്ചാണേ, നല്ല പുതിയതാണ് കേട്ടോ. 2024 മെയ്ഡ് ഒരു ജനറൽ കോച്ചാണ് കേട്ടോ. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ ഇരിക്കും. നമ്മുടെ വണ്ടി വിട്ടിട്ടില്ല, ഇനി അവിടെ പോകുന്ന എനിക്കൊന്ന് സിംഗിൾ ലൈനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മുന്നിൽ മറ്റേ ആ ഗാന്ധിനഗർ വണ്ടി ഉണ്ടല്ലോ, അത് പോയതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കുക. അത് പോയിട്ട് ഇനി ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് 52 കിലോമീറ്റർ ഉണ്ട് ലൊഹിയാൻകാസിലേക്ക്. 50 രൂപയാണ്. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയായതുകൊണ്ട് ഇതിൻ്റെ ഫെയർ കൂടുതലാണ്. ഈ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു ഈ ലുധിയാന ജലന്ധർ വരെ ഉള്ളെന്ന് തോന്നുന്നു തിരക്ക്, പിന്നെ അങ്ങോട്ട് തിരക്കില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഈ പോകാൻ പോകുന്നത് നമ്മുടെ റെയിൽ കോച്ച് ഫാക്ടറി ഉണ്ടല്ലോ, അതായത് ഇന്ത്യൻ റെയിൽവേയിൽ കോച്ച് ഫാക്ടറികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യൻ കോച്ച് ഫാക്ടറി ഉണ്ട്, റെയിൽ കോച്ച് ഫാക്ടറി വണ്ടി വിടുകയുണ്ട്, റെയിൽ കോച്ച് ഫാക്ടറി ഉണ്ട്. അതിവിടെ കപൂർത്തലയിലാണ്, പഞ്ചാബിലാണ്. നീട്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് റായ്ബറേലിയിലുള്ള മോഡേൺ കോച്ച് ഫാക്ടറിയാണ്. അപ്പോൾ ഈ RCF, അതായത് മീൻവണ്ടി കോണുള്ളത്. അപ്പോൾ ഈ RCF നമുക്ക് കാണാൻ പറ്റും, റെയിൽ കോച്ച് ഫാക്ടറി. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികളുടെ റെയിൽ കോച്ച് ഫാക്ടറിയുടെ കോച്ചുകൾ വെച്ച് ഓടുന്ന വണ്ടികളുണ്ട്. അപ്പോൾ RCFൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. RCF ഹോൾട്ട് എന്നൊരു ഒരു സ്റ്റേഷനുണ്ട്. അവിടെ നമ്മുടെ ഈ സർബത്ത് ദബാലയ്ക്ക് ഇതുണ്ട്, സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അതിന് ആ ഒരു RCF കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ ലൊഹിയാൻകാസിലേക്ക് ഞാനിപ്പോൾ പോകുന്നത്. ജലന്ധർ നമ്മൾ കൃത്യം 2 മണിക്ക് പുറപ്പെട്ടു കേട്ടോ. 2:50 ഇതിൻ്റെ ലൊഹിയാൻകാസിലെ സമയം. ഓൺ ടൈം എത്തുമായിരിക്കും. നോക്കോപ്പായിട്ട് നല്ല കിടില ഹോണടിയാണ്. നല്ല രസമായിട്ട് ഈ ഒരു ജനറൽ ഇരിക്കാൻ വേണ്ടി. നല്ല ഓപ്പൺ വിൻഡോ ആണ്, എനിക്ക് അടിപൊളി വിൻഡോ, നല്ല രസമുണ്ട്. പുതിയ ടൈപ്പ് ജനറൽ കോച്ചായത്. നല്ല സ്പീഡിലാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. പോന്ന് പറഞ്ഞ ഹോൺ അടിച്ചടിച്ചടിച്ചാ പോകുന്നത്. നമ്മളങ്ങനെ കപൂർത്തല എത്തി കേട്ടോ. കപൂർത്തല. അപ്പോൾ ഈ കപൂർത്തലയ്ക്ക് തൊട്ടടുത്താണ് ഈ റെയിൽ കോച്ച് ഫാക്ടറി കാണാൻ പറ്റുന്നത്. അത് ഈ ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പോൾ ഈ കപൂർത്തല സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ആ റെയിൽ കോച്ച് ഫാക്ടറിയും സ്റ്റേഷനും ഒക്കെ വരുന്നത്. ഇതാണ് കപൂർത്തല സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങാനും കയറാനും ആൾക്കാരൊന്നുമില്ല, കാരണം ഈ വണ്ടി ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ആവാറായി. അപ്പോൾ ഇത് കാലിയാണ് ഈ വണ്ടി.
റെയിൽ കോച്ച് ഫാക്ടറിയുടെ ഏരിയ ഏകദേശമായി. ഇവിടൊക്കെ അതിൻ്റെ ഏരിയ ആണ്, ഫുള്ളി ഫെൻസ്ഡ് ആണ്, കാരണം ഹൈലി സെക്യൂർഡ് ഏരിയ ആയിരിക്കും. നമുക്ക് പുറത്തോടെ എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. ഇവിടെ ഈ റെയിൽ കോച്ച് ഫാക്ടറി സ്റ്റേഷനിൽ നമ്മുടെ സർബത്ത് ദബാലയ്ക്ക് ഇവിടെ സ്റ്റോപ്പും ഉണ്ട്. ഇത് വലിയൊരു സംഭവമാണ്. അകത്തോട്ട് കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. എന്തൊക്കെയോ അവിടെ എന്തോ ഗ്രൗണ്ടൊക്കെ കാണാം കേട്ടോ, കുറേ ഉണ്ട് അകത്തോട്ട്. കണ്ടുണ്ട് എൻട്രൻസ് ഉണ്ട്. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല. RCF ഹാൾട്ട് എന്ന് പറഞ്ഞ ഈ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പുണ്ടേ. കോച്ചൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് തോന്നി. ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ടാവാത്ത എവിടെയാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. ഉണ്ടാക്കിയിട്ടത് കാണാൻ പറ്റുമായിരിക്കും, നോക്കാം. ഫാക്ടറിയൊക്കെ അങ്ങ് ഉള്ളിലായിരിക്കും, ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ സഞ്ചരിക്കുന്നത് ശരിക്കും ജലന്ധറിന് ഫിറോസ്പൂർക്ക് പോകുന്ന മെയിൻ ലൈനിലാണ്. നമ്മൾ നാളെയാണ് ഫിറോസ്പൂർ പോകുന്നത്. നമ്മൾ ലുധിയാനയിൽ നിന്നാണ് ഡയറക്റ്റ് ഫിറോസ്പൂർക്ക് പോകുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ കാണാൻ പറ്റും ഇത് കോച്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. കോച്ചുകളൊക്കെ ഉണ്ടാക്കി ഇവിടെ ട്രാക്കിൽ കൊണ്ടിട്ടേക്കുന്നതുണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. അവിടെ നേരത്തെ തന്നെ ഏതോ സ്പീഡാണെന്ന് അറിയുമോ. അകത്തോട്ട് കുറേ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നത് കാണിച്ചു തന്നു. അപ്പോൾ അതാണ് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല. ലോഹിയാൻ കാസ് എത്തുന്നതിന് മുമ്പായിട്ട് സുൽത്താൻപൂർ ലോധി എന്നൊരു സ്റ്റേഷൻ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ അവസാനത്തെ സ്റ്റോപ്പ്. അപ്പോൾ ഇതാണ് ലോഹിയാൻ കാസ് ജംഗ്ഷൻ കേട്ടോ. ഇവിടം വരെയാണ് ഈ സർബത്ത് ദബാല എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ലോക്കോ തിരിച്ച് ഇനി പിന്നെയും മുന്നിൽ കൊണ്ടുവന്നിട്ട് ഡൽഹിക്ക് പോകും. നമ്മളിനി ഇവിടെ നിന്ന് പുറത്തിറങ്ങി ലുധിയാനയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും വന്ന് കയറണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ നേരെ ലുധിയാനയിൽ പോയിക്കൂടായിരുന്നു, ഇതൊരു കുഴപ്പമാണെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ ഗൈസ് ഇതാണ് ലോഹിയാൻ കാസ് സ്റ്റേഷൻ കേട്ടോ. ഇത് സാധാരണ ഒരു എന്താ പറയുക, ഒരു ഗ്രാമമാണ്. ഇതൊരു ജംഗ്ഷനാണെന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടും ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്, അതാണ് മെയിൻ എന്ന് പറയുന്നത്. ഈ വണ്ടി എന്താണ് ഇവിടം വരെ സർവീസ് നടത്തുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ജലന്ധർ വരെ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തായിരിക്കും മിക്കവാറും. ഇത് ചെറിയൊരു വണ്ടിയാണ് കേട്ടോ. ഇതിന് ഒരു AC ചേർക്കാറുണ്ട്, പിന്നെ 1 2 3 4 5 റിസർവേഷനും ബാക്കി ജനറലും. ചെറിയൊരു റേക്കാണ്. ഇതാണ് സ്റ്റേഷൻ്റെ കെട്ടിടം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രാമമാണിത്. ലോഹിയാൻ കാസ് എന്തോ ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഡൽഹി എന്നുള്ളൊരു വണ്ടിയാണ്, ഒരു ഇൻട്രസിറ്റി വണ്ടിയാണ് നമ്മളിപ്പോൾ ഇതിന് സർബത്ത് ദബാല. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, പുറത്തൊരു റോഡുണ്ട്. എനിക്കൊന്ന് സുൽത്താൻപൂർ ലോധി എന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇനി അടുത്തുള്ള മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ലോക്കോ റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ കെട്ടിടം. വേറൊന്നുമില്ല ഇവിടെ, കാര്യമായിട്ടൊന്നും ഇല്ല. തിരിച്ച് നമുക്ക് ഏറ്റവും മുന്നിലിരിക്കാവേ, ഏറ്റവും ഫ്രണ്ടിൽ ഇവിടെ ഇരിക്കാം. ഈ പുറകിലത്തെ കോച്ച് നല്ല പുതിയതാണ്, പക്ഷെ മുന്നിലത്തെ അത്ര പുതിയൊന്നും അല്ല, ഇത് പഴയ കോച്ചാണ്. ഈ സർബത്ത് ദബാലയ്ക്ക് ഒരു റേക്ക് ഷെയറിംഗ് ഉണ്ടേ. അതായത് ഈ ലോഹിയാൻ കാസിൽ നിന്ന് പോകുന്ന ഈ വണ്ടി ന്യൂഡൽഹി ചെന്നിട്ട് അവിടെ നിന്ന് ഇത് മോഗ എന്ന സ്ഥലത്തേക്ക് പോകും. മോഗ പഞ്ചാബിലാണേ. മോഗ എന്ന സ്ഥലത്തേക്ക് പോകും. മോഗ, ന്യൂഡൽഹി മോഗ ഇൻ്റർസിറ്റി ആയിട്ട്. നമ്മുടെ വണ്ടിയുടെ ലോക്കോ അതുകൊണ്ട് റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ 3:35 പുറപ്പെടുന്നത്. 3:35 പുറപ്പെട്ടാൽ ഒരു 6 മണി റേഞ്ചിൽ നമ്മൾ ലുധിയാന എത്തും. സക്കർണിയുടെ പരസ്യമുള്ള കേട്ടോ, സക്കർണി ഇനാമൽ പെയിൻറ്റിൻ്റെ പരസ്യമുള്ള WP7.
ഇപ്പോൾ നമ്മുടെ സർബത്തബാല എക്സ്പ്രസിൻ്റെ ലോക്കമൊക്കെ കണ്ട് വീണ്ടും കൊണ്ട് പിടിപ്പിച്ചു. ഇനിയിപ്പോൾ 3:35 വണ്ടി എടുക്കും ഇവിടുന്ന്. ഈ തുക്ലക്കാബാർ ഷെഡിൻ്റെ WAP7 കുറേ ഉണ്ട് ഇതുപോലെ സക്കർണി പുട്ടിയുടെ പരിചയമൊക്കെയുള്ള സക്കർണി പുട്ടി, സക്കർണി ഇനാമൽ പെയിൻറ് എന്നൊക്കെ പറഞ്ഞ് പെയിൻറ് കമ്പനിയാണ്. നമ്മുടെ അടുത്ത് ഏഷ്യൻ പെയിൻറ്റ്സ് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ. നമ്മളങ്ങനെ തിരിച്ച് ബാക്ക് ടു ലുധിയാന. ലൊഹേങ്കാസ് നിന്ന് കറക്റ്റ് ടൈമിന് തന്നെ പുറപ്പെട്ടു. ഇത് ഓൺ ടൈം എത്തുകയാണെങ്കിൽ 6 മണിക്ക് നമുക്ക് ലുധിയാന എത്താൻ പറ്റും. ഇവിടെ നിന്ന് 2.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് പഞ്ചാബിൽ പോകുമ്പോൾ എല്ലാം ഇതേപോലെ സെയിം കാഴ്ചകളാണ് കാണുന്നത്. ഇതേപോലെ കടുകും അതും ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമോ എന്ന് ഇനി അടുത്ത ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. മിക്കവാറും സെയിം ആയിരിക്കും. പല സോണിന് വേണ്ടി ഉണ്ടാക്കിയ കോച്ചുകളുണ്ട് ഈ റേക്കിനകത്ത് കേട്ടോ. നോർത്ത് ഈസ്റ്റ് ഫ്രഞ്ചർ, ഈസ്റ്റ് കോസ്റ്റ്, അങ്ങനെ കുറേ കോച്ചുകളുണ്ട്. ഈ റെയിൽ കോച്ച് ഫാക്ടറി ഇങ്ങനെ നിരന്ന് എത്ര ഏക്കറാന്ന് കുറേ ഉണ്ട് സ്ഥലം കേട്ടോ. കുറേ സ്ഥലത്തിന് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ RCF എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഈ വണ്ടിയിൽ ആളൊന്നും ഇല്ലായിരുന്നു കയറാൻ വേണ്ടി. പക്ഷെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇഷ്ടംപോലെ ഉണ്ട്. ഡൽഹിക്ക് പോകുന്ന വണ്ടിയും കൂടെ അല്ലേ. RCF ഹോൾട്ട് എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. RCFിലേക്കുള്ള എൻട്രൻസും കാണാം കേട്ടോ. നമ്മളിപ്പോൾ കപൂർത്തലെത്തി. ഇവിടെ നിന്ന് ഇനി ജലന്ധർ വിട്ടാൽ വേണ്ടി ലുധിയാന. ആകെ ഇനി ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ. ജലന്ധർ മാത്രമേ ഉള്ളൂ. ജലന്ധറിന് കറക്റ്റ് 1 മണിക്കൂർ എടുക്കും ലുധിയാന എത്താൻ വേണ്ടി. നമ്മളങ്ങനെ വീണ്ടും ബാക്ക് ടു ജലന്ധർ. ഇനി ജലന്ധറിൽ നിന്ന് ഇനി 1 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താൽ ലുധിയാനയിലെത്തും. വീണ്ടും ജലന്ധർ സിറ്റിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ 4:45 എത്തേണ്ടത്. നമ്മൾ 4:34 ആയപ്പോഴേ എത്തി. ഇനി ഇവിടെ 4:55 എടുത്തുള്ളൂ. ഇത്രയും സമയമുണ്ട് ഇവിടെ. നമ്മൾ നേരത്തെയാണ്. അയ്യോ, ഒരു അരമണിക്കൂർ അടുപ്പിച്ച് ഇനി ഇവിടെ കിടക്കും. കാര്യമൊക്കെ ശരിയാണ്. പഞ്ചാബിൽ മൊത്തം സിക്കാരാണ്. ഇവർ വലിയ അടിപൊളി ആൾക്കാരാണ്. പക്ഷേ വൃത്തി എന്ന് പറഞ്ഞ സാധനം ലേശം അടുത്തൂടെ പൊട്ടില്ല കേട്ടോ. ഇവിടുത്തെ വണ്ടികളുടെ ബാത്റൂമിലൊന്നും പോകാൻ പോലും പറ്റത്തില്ല. എല്ലാം ഫുള്ള് ബ്ലോക്കായി കിടക്കാം. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഒന്നും ഡീറ്റെയിലായിട്ട് പറയുന്നില്ല, അറിയാമല്ലോ എന്താ സംഭവം എന്ന്. പിന്നെ പഞ്ചാബിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം. കാരണം പഞ്ചാബിൽ മോഷണം ഭയങ്കരമാണ്. കയ്യിലുള്ളതൊക്കെ നിമിഷ നേരം കൊണ്ടായിരിക്കും പറിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് പഞ്ചാബിലൂടെ നിങ്ങൾ പോകുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഈ വണ്ടി എല്ലായിടത്തും ഓൺ ടൈമാണ് കേട്ടോ. എങ്ങും അങ്ങനെ പിടിച്ചിടുന്നോ അങ്ങനെ ഡിലേ ഒന്നും ഇല്ല. കാരണം വലിയ ട്രാഫിക് ഒന്നും ഇല്ലല്ലോ. നമ്മൾ രാവിലെ കണ്ട 4D കിടക്കുന്നത് കണ്ടോ. എന്തോ ഭംഗിയല്ലേ ഇവിടുത്തെ ഓരോ ലോക്കൊക്കെ ഇവർ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. കിടിലൻ ലിവറി. ഇവിടെ ഈ ജലന്ധറിൽ ഈ ഡെമോ ഷെഡ് ഉണ്ട് കേട്ടോ. അതായത് ഈ ഡെമോവിൻ്റെ ഒക്കെ മെയിൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതാണ് ഈ കാണുന്ന ഷെഡൊക്കെ. ഇതാണ് ജലന്ധർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ കേട്ടോ.
നമ്മുടെ അവിടെ നിന്ന് മറ്റേ അമൃത്സർ കൊച്ചുവേളിക്കൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. നമ്മളവിടെ നാട്ടിൽ നിന്ന് LP പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇവിടെയാണ് മെയിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് ജലന്ധർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല, സ്കിപ്പാണ്. എങ്ങാണ്ട് കൊണ്ട് പിടിച്ചിട്ടേക്കുവാണേ. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര വരുമ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ ഇവിടുത്തെ കഴിക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും. പിന്നെ ഭയങ്കര മടുപ്പാണ്. ഒന്നാമത് ഈ ഭാഗത്തുനിന്ന് കേരള ഫുഡ് കിട്ടത്തില്ല. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ട്രിപ്പ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു നമ്മുടെ ഫുഡ്. ഇവിടുത്തെ ഈ ആലു പറാട്ട ആണെങ്കിൽ അയ്യോ ദൈവമേ, ഒന്നും പറയണ്ട. ഒരു ദിവസം കഴിച്ചത് എല്ലാ ദിവസവും ഇത് തന്നെ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? രാവിലെ അതേ കിട്ടത്തുള്ളൂ ഇവിടെ, വേറെ ഒരു രക്ഷയില്ല. ഉച്ചയ്ക്കാണെങ്കിൽ വല്ല ചോറോ അതുപോലെ ഇവരുടെ പച്ചരിയൊക്കെ നമുക്ക് പിടിക്കൂല. അതാ പ്രശ്നം എന്ന് പറയാം. ആദ്യം 2 ദിവസം കഴിക്കും, പിന്നെ അങ്ങനെ മിസ് ചെയ്യുക. അതാ പ്രശ്നം. എങ്ങനെയും വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. എങ്ങനെയും ഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ് കാണുമ്പോൾ ഒരു സന്തോഷം വരും. ഞാൻ നേരത്തെ ഓൺ ടൈം എന്നൊക്കെ പറഞ്ഞത് വെറുതെ കേട്ടോ. ഈ സാധനം എന്താണ്ട് ഇപ്പം കുറേ ഇടത്തിങ്ങനെ പിടിച്ച് പയ്യാണ് ഈ സാധനം പോകുന്നത്. ഇപ്പോൾ പഗ്വാരാൻ എന്നൊരു സ്റ്റേഷൻ എത്താറായേ. ഭയങ്കര പയ്യെ ഈ സാധനം ഇപ്പോൾ പോകുന്നത്. എണ്ണ ഇവിടെ എന്തൊക്കെയോ ട്രാക്ക് വർക്കൊക്കെ നടക്കും, അതാണെന്ന് തോന്നുന്നു. ഫൈനലി ലുധിയാന ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് ഡിലേ ഉള്ളൂ. ഇപ്പം പിടിച്ചിട്ടൊക്കെ എനിക്ക് ഇവിടെ സ്ലാക്ക് ഉണ്ടാകണമെന്ന് തോന്നുന്നു. പഞ്ചാബിലത്തിന് ഏറ്റവും വലിയൊരു സിറ്റിയാണ് ഈ ലുധിയാന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലുധിയാന ജംഗ്ഷനിലേക്ക് കയറുക. ഇവിടത്തെയൊക്കെ ലൂപ്പ് സ്പീഡൊക്കെ ഭയങ്കര ശോകമാണ്. അതായത് ഈ മെയിൻ ട്രാക്കിൽ നിന്ന് ലൂപ്പിലോട്ട് കയറുമ്പോൾ ഒരു സ്പീഡുണ്ട്, അതാണ് ലൂപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. 8 km/h ഒക്കെ സ്പീഡെന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാലത്ത് കയറാനാണോ എന്തോ പ്ലാറ്റ്ഫോമിലൊക്കെ. ഇതാണ് ലുധിയാന ജംഗ്ഷൻ കേട്ടോ. നമ്മളങ്ങനെ ലുധിയാന ജംഗ്ഷനിലേക്ക് തന്നെ മന്ദം കയറിക്കൊണ്ടിരിക്കുക. വണ്ടി നിർത്തുന്നതിനൊപ്പം തന്നെ ആൾക്കാർ ചാടി കയറുക. ഇത് നല്ല ഇടിയാണ് ഇവിടെ തന്നെ. നോക്കി കയറുന്നുണ്ടോ? ഇതുപോലെ കുറേ എണ്ണങ്ങൾ. എൻ്റെ പൊന്നെ, ഇവന്മാർക്ക് ഭ്രാന്ത കേട്ടോ. ഭ്രാന്തെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തെ വട്ട് നോക്കുന്നു. വണ്ടി നിർത്തുമ്പോൾ ഇടിച്ചും കയറുവാങ്ങ ആൾക്കാരങ്ങ്. അയ്യോ എൻ്റെ ദൈവമേ, ഇങ്ങനെ ഉണ്ടോ ആൾക്കാർ? വണ്ടി ഇപ്പോൾ സ്റ്റാൻഡിങ്ങും കവിഞ്ഞ് കുത്തി നിറച്ച ആളോ ഇപ്പോൾ കേട്ടോ. ആരില്ലായിരുന്നു ഈ വണ്ടിക്കകത്ത്. ഏറ്റവും ഇവിടെ ആയപ്പോൾ വണ്ടി ഫുള്ള്. രാവിലെ ഇറങ്ങിയതാ നമ്മൾ. ശരിക്കും പറഞ്ഞാൽ ഈ അമൃത്സറിൽ ലുധിയാന പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. നമ്മൾ ആ ലോഹിയാൻ ഖാസ് പോയാണ് ഇത്രയും സമയം എടുത്തത്. അപ്പോൾ നമ്മൾ ഈ നേരെ സ്റ്റേഷന് പുറത്തേക്ക് പോവുക. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടമൊന്നുമില്ല, എല്ലാം പൊളിച്ചിട്ടേക്ക് കേട്ടോ. നമ്മുടെ സൗത്തിൽ എറണാകുളം ജംഗ്ഷനിൽ കയറുന്നല്ലാണ്ട് ഈ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഫുള്ള് നിറച്ച ആൾക്കാരാണ്. കാരണം ഇത് മെയിൻ റൂട്ടല്ലേ. നമ്മൾ ഈ ഡൽഹിയിൽ ജമ്മു ഡൽഹി ആ ഒരു റൂട്ടാണ്. അപ്പോൾ ആ നല്ല തിരക്കായിരിക്കും. കച്ചറ സ്ഥലമാട്ടോ. പഞ്ചാബ് ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചറയാണ്. അപ്പോൾ അത് ഒരു വൃത്തിയില്ല, ഒരു ഇതില്ലാത്തൊരു സ്ഥലം. എനിക്ക് നമ്മൾ ലുധിയാനയിൽ താമസിക്കുന്ന മുറി ഇതാണ്. വലിയ ഗുണമൊന്നുമില്ല, ചെറിയൊരു മുറിയാണ്. ഓക്കെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ നാളെ ഇനി പോകാൻ പോകുന്നത് ഫിറോസ്പൂറിലേക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു വണ്ടിയുണ്ട്, ഒരു സത്ലജ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ. അത് ചണ്ഡീഗഡിൽ നിന്ന് വരുന്നതാണ്. അതിന് കയറി ഫിറോസ്പൂർ പോകണം. രാവിലെ ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു, അത് ക്യാൻസലായിരുന്നു. അപ്പോൾ ഇതിന് കയറി ഫിറോസ്പൂർ വേണം. ഫിറോസ്പൂർ പോയിട്ട് അവിടെ നിന്ന് ബട്ടിൻഡാന സ്ഥലത്തേക്ക് വേണം. അങ്ങനെ 2 സ്ഥലത്തേക്ക് നാളെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. ഫിറോസ്പൂർ യാത്ര വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.